ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. കവിതയുടെ കാർണിവലിനുള്ള ഒരുക്കങ്ങൾ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പൂർത്തിയായി. ഫെബ്രുവരി 6 മുതൽ 8 വരെയാണ് കവിതയുടെ കാർണിവൽ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ആദ്യ ലിറ്ററി ഫെസ്റ്റിവലുകളിൽ ഒന്നായ ഈ ഇടം കവിതയ്ക്ക് മാത്രമായി നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ്. ഇത്തവണ കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തിലാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. കേരള കർണാടക അതിർത്തിയിലെ കോറക ഗോത്രഭാഷാ കവി മീനാക്ഷി ബോധോതി 6 രാവിലെ 9:30 ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. മണിപ്പൂരി കവി റോബിൻ ഗാംഗോം വിശിഷ്ടാതിഥിയാകും. മലയാള കവിതയിലെ പുതുമൊഴി വഴികൾ തുറന്നിട്ട കവിതയുടെ കാർണിവലിന്റെ ആദ്യകാലങ്ങളിൽ മാർഗദർശിയായി കൂടെ നിൽക്കുകയും ചെയ്ത ആറ്റൂർ രവിവർമ്മയുടെ സ്മരണാർത്ഥം ആറ്റൂരിന്റെ കാവ്യ ജീവിതത്തെയും സംഭാവനകളെയും ഡിജിറ്റൽ യുഗത്തിൽ അടയാളപ്പെടുത്തുന്നതിനായി തയ്യാറാക്കിയ ആറ്റൂർ വെബ് പോർട്ടൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ സച്ചിദാനന്ദൻ സ്വിച്ച് ഓൺ ചെയ്യും. ഈ വർഷത്തെ കാർണിവൽ ബുക്കിന്റെ പ്രകാശനവും കലാപ്രദർശനത്തിന്റെ ഉദ്ഘാടനവും തുടർന്ന് നിർവഹിക്കും. കവിതയും ജീവിതവും രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഒരേ മുഖമാണെന്ന് തെളിയിച്ച മലയാളത്തിന്റെ പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാറിനെ കാർണിവൽ വേദിയിൽ ആദരിക്കും. മലയാള കവിതയിലെ ഭൂപട നിർമ്മിതികൾ എന്ന വിഷയത്തിൽ 3 ദിവസങ്ങളിലായി അന്താരാഷ്ട്ര സെമിനാറുകൾ നടക്കും. കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള അക്കാദമിക വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കാസർഗോഡിന് അതിർത്തിയിലുള്ള ഭാഷാ സാഹിത്യ സംസ്കൃതിയെ മലയാള സാഹിത്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ദൌത്യവും ഇത്തവണത്തെ കാർണിവൽ ഏറ്റെടുക്കുന്നു. സാഹിത്യ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ട് മൊഗ്രാൽ എന്ന അതിർത്തി പ്രദേശത്തെ ഭാഷാ സംസ്കൃതിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രത്യേക കാർണിവൽ വേദിയൊരുങ്ങും. 7 വേദികളിലായി നടക്കുന്ന മേളയിൽ കാവ്യാലാപനങ്ങൾക്ക് പുറമെ നാടൻ കലാവതരണങ്ങൾ, ഇൻസ്റ്റലേഷൻ, ആർട്ട് ഗാലറി, മ്യൂസിക് ബാൻഡ്, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഡെൻമാർക്കിൽ നിന്നുള്ള ആസ്റ്റീരിയൻ ഹസ് അവതരിപ്പിക്കുന്ന റോമിയോ ആൻഡ് ജൂലിയറ്റ് പെർഫോമൻസും ഉണ്ടായിരിക്കും. പട്ടാമ്പി കോളേജ് തിയേറ്റർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന നാടകം ജീവിതപാഠം അരങ്ങിലെത്തും. കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും മികച്ച മലയാള കവിത സമാഹാരത്തിനുള്ള മലയാള നാട് പുരസ്കാരം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നൽകും. 50,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 8 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് വിതരണം ചെയ്യും. PP രാമചന്ദ്രന്റെ കവിതകൾ എന്ന കൃതിക്കാണ് അവാർഡ്. മലയാള കവിതയുടെ 4 നൂറ്റാണ്ട് നീളുന്ന സർഗസഞ്ചാരങ്ങളെ ആദരിക്കുന്ന ചടങ്ങായി ഇത് മാറും. കാർണിവലിൽ വിവിധ വേദികളിലായി ഈ ദിവസങ്ങളിൽ 200ഓളം എഴുത്തുകാരും 2000ഓളം പ്രതിനിധികളും പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KK സന്തോഷ്, MP അനിൽകുമാർ, ഡോക്ടർ KS ശുഭ, PN ലതിക എന്നിവർ പങ്കെടുത്തു. കവിതയുടെ കാർണിവൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ക്യാമ്പസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. ഇന്ത്യയിൽ തന്നെ കവിതയ്ക്ക് മാത്രമായി നടത്തുന്ന ഏറ്റവും വലിയ ഒരു പോയട്രി ഫെസ്റ്റിവലാണ് കവിതയുടെ കാർണിവൽ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ ഇത്രയും വർഷം അത് നടത്തിയിരുന്നു. മറ്റ് ലിറ്റററി ഫെസ്റ്റിവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രമേയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാർണിവൽ നടത്താറുള്ളത്. ഈ വർഷത്തെ കവിതയുടെ കാർണിവലിന്റെ പ്രമേയം എന്ന് പറയുന്നത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന് പറയുന്ന പ്രമേയത്തിലാണ് നമ്മൾ ഇത്തവണ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ഈ കാർണിവലിനകത്ത് 6 വേദികളിലായിട്ട് 3 ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് 200ഓളം എഴുത്തുകാരും കലാകാരന്മാരുമാണ് പങ്കെടുക്കുന്നത്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് 2000ഓളം പ്രതിനിധികളെയാണ് ഞങ്ങൾ